ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവായ ഈശോയെ, ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനാത്മകമായി ചിന്തിക്കുവാനും പഠിക്കുവാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാം പ്രണാമ ജപത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒന്നാം ഗേഹന്ത പ്രാർത്ഥനയുടെ കാനോന കൺക്ലൂഷൻ മുതലാണ് ഇന്ന് നമ്മൾ പരിചിന്തനം ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ കാനോന വാസ്തവത്തിൽ ഗഹാന്ത പ്രാർത്ഥനയ്ക്ക് മുദ്ര വയ്ക്കുകയാണ്. ഗഹാന്ത പ്രാർത്ഥനയിൽ അനുസ്മരിച്ച ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഉച്ചസ്വരത്തിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒന്നാം ഗഹാന്ത പ്രാർത്ഥനയുടെ ഉപസംഹാരമാണ്. അതോടുകൂടി തന്നെ പുരോഹിതൻ തൻ്റെ മേൽ കുരിശടയാളം വരയ്ക്കുന്നു. കുരിശടയാളം വരയ്ക്കുന്നത് വഴി കുരിശിൻ്റെ ശക്തിയാൽ ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്നതിനുള്ള അനുഗ്രഹം, ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ജനം ആമേൻ പറയുന്നുണ്ട്. നമുക്കറിയാം, പുരോഹിതൻ്റെ പ്രാർത്ഥന സ്വന്തമാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ് ആമേൻ പറയുന്നത് വഴി. അമാൻ ഹീബ്രു പദമാണ്. അതിൻ്റെ അർത്ഥം സത്യമായും തീർച്ചയുള്ള, അപ്രകാരമായിരിക്കട്ടെ എന്നൊക്കെയാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു വാചകം നമുക്ക് ഓർക്കാം. നിങ്ങൾ ഉച്ചരിച്ച ആമേൻ നിങ്ങളുടെ സമ്മതവും അംഗീകാരവും ഒപ്പുവെക്കലുമാണ്. അതെ, ആമേൻ പറയുമ്പോൾ ആ പ്രാർത്ഥന ജനം സ്വന്തമാക്കുക ആണ് ചെയ്യുന്നത്. വീണ്ടും സമാധാന ആശംസയാണ്. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പുരോഹിതൻ ആശംസിക്കുന്നു. മറുപടി നമുക്കറിയാം, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം ഈശോയിൽ സമാധാനം കണ്ടെത്തിയവരുടെ കൂട്ടായ്മയാണ്. സഭ സമാധാനത്തിൽ ജീവിക്കുന്നവരുടെ സമൂഹമാണ്. ഈ സമൂഹമാണ് ഈശോയാകുന്ന സമാധാനം അനുഭവിച്ച് ജീവിക്കേണ്ടത്. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ ഈശോ നിങ്ങളോടുകൂടെ എന്ന് തന്നെയാണ് അർത്ഥം. നമുക്കറിയാം, സ്വർഗത്തെയും ഭൂമിയെയും അനുരഞ്ജിപ്പിച്ച ഈശോ നമ്മുടെ സമാധാനമായി തീർന്നു. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സമാധാന ആശംസ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ കടന്നു വന്നതാണ്. ആചാരപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ യഹൂദർ പരസ്പരം ആലിംഗനം ചെയ്ത് സ്നേഹ ചുംബനം നടത്തിയിരുന്നു. സമാധാനത്തിൽ സഹവർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത്. അതെ, പഴയ നിയമത്തിൽ നമുക്കറിയാം, ഗിദെയോൻ പണിത അൾത്താരയ്ക്ക്, ബലിപീഠത്തിന് പേരിടുന്നത് യാഹ്വേ ഷാലോം എന്നാണ്. ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നു തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ബലിപീഠത്തെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്ന ഇടമായതുകൊണ്ടാണ് അങ്ങനെ പേരിടുവാനായിട്ട് കാരണം. ഇവിടെ ജനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പ്രത്യുച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പുരോഹിതൻ്റെ ആത്മാവല്ല. നർസൈ പറയുന്നു, അത് പുരോഹിതനെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തിയ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, പുരോഹിതന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വലിയ ആവശ്യമാണ്. ജനങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പുരോഹിതനെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ പരിശുദ്ധാത്മാവും പുരോഹിതനും തമ്മിൽ സഹവർത്തിത്വത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് യോഗ്യതയോടെ ബലിയർപ്പിക്കുവാനുള്ള കൃപ ലഭിക്കുന്നത്. ഈ സമാധാന ആശംസയ്ക്ക് ശേഷം ജനം പരസ്പരം സമാധാനം കൈമാറുകയാണ്. ഈ സമാധാനം ആശംസിക്കുന്നതിന്, സമാധാനത്തിന് പറഞ്ഞിരുന്നത് ഒരു വാക്കുണ്ട്, ദസ്തൂർ. അത് പേർഷ്യൻ വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ക്ഷമിക്കാൻ കടപ്പെട്ടത്
എന്നാണ്. ഈ സമാധാനം ആശംസിക്കുന്ന ആളുകൾ പരസ്പരം അനുരഞ്ജനപ്പെടുകയും ഐക്യത്തിൽ ജീവിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നു എന്നതിൻ്റെ അടയാളമാണ് സമാധാനാശംസ ഓരോരുത്തരും മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്നത്. സമാധാന ആശംസയിലൂടെ സമൂഹം ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 5:23-24 നമുക്ക് കാണാൻ സാധിക്കും, സഹോദരനോട് പിണക്കമുണ്ടെങ്കിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ബലിവസ്തുക്കൾ ബലിപീഠത്തെങ്കിൽ വെച്ചിട്ട് പോയി സമാധാനപ്പെട്ടതിന് ശേഷം വന്ന് വേണം ബലിയർപ്പിക്കുവാൻ. ഈ സമാധാന ആശംസ നമുക്കറിയാം, സമയത്ത് ഡീക്കൻ ശുശ്രൂഷി ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. ഡിപ്തിക, പലക, ബോർഡ് എന്നൊക്കെയാണ് അർത്ഥം. പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പലക രണ്ടായിട്ട് മടക്കാൻ സാധിക്കും. അതിൽ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുർബാനയിൽ മരിച്ചവരെയും ജീവിക്കുന്നവരെയും നമ്മൾ അനുസ്മരിക്കുന്നു. അതേ, വ്യാഖ്യാതാക്കൾ പറയും, മരിച്ചവരെ അനുസ്മരിക്കുക വഴി പരിശുദ്ധ കുർബാനയിലൂടെ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്കും വലിയ അനുഗ്രഹം ലഭിക്കുന്നുണ്ടെന്ന്. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ്, നല്ല ഐശ്വര്യപൂർണമായ കാലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സമാധാനപൂർവ്വം ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി ശുശ്രൂഷി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമാണ് ഡീക്കൻ്റെ പ്രഘോഷണം. ഡീക്കൻ്റെ പ്രഘോഷണ പ്രാർത്ഥനയിൽ നാം ഏതു വിധത്തിലുള്ള മനോഭാവത്തോടെയാണ്, എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരേണ്ടതെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിശബ്ദതയോടെ, അതേ, ഭയഭക്തിജനകമായ അന്തരീക്ഷത്തിൽ ഭയഭക്തിയോടെ തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഏകാഗ്രതയോടെ പങ്കെടുക്കണം. പല വിചാരം കൂടാതെ പങ്കെടുക്കണം. അതേ, പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം, ആരും സംസാരിക്കാതിരിക്കട്ടെ. നർസൈ വ്യാഖ്യാനിക്കുന്നു, സംസാരിക്കുന്നവൻ കൽപ്പന അവഗണിക്കുകയും ലംഘിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ അധരം കൊണ്ടല്ല ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. കരുണ യാചിക്കുന്നവൻ നാവുകൊണ്ടല്ല മനസ്സുകൊണ്ട് കരുണ യാചിക്കട്ടെ. അതേ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്പർശിക്കുന്ന രീതിയിലാണ്, ആത്മാർത്ഥമായിട്ടാണ്, ദൈവവിചാരത്തോടെയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതെന്ന് ഡീക്കൻ ഓർമ്മിപ്പിക്കുകയാണ്. ഡീക്കൻ്റെ പ്രഘോഷണ സമയത്ത് നമുക്കറിയാം, അവിടെ പുരോഹിതൻ ധൂപം ആശീർവദിച്ച് വാങ്ങിച്ച് ഈ ബലിവസ്തുക്കളെയും ബലിപീഠത്തെയും ധൂപിക്കുന്നുണ്ട്. ഈ ബലിപീഠത്തെ ധൂപിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന, അത് ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവത്തോടുള്ള വലിയ ബഹുമാനവും ആദരവും പ്രകാശിപ്പിക്കുകയാണ്. ഇത് ജനങ്ങളുടെ പാപമോചനത്തിന് വേണ്ടിയിട്ടാണ്. ധൂപക്കുറ്റിയിൽ കനലുകൾ എരിഞ്ഞ് അടങ്ങി തീരുന്നത് പോലെ അപ്പോഴാണ് ധൂപം പുറത്തേക്ക് വരുന്നത്. നാം ദൈവത്തിൻ്റെ സ്നേഹാഗ്നിയിൽ നമ്മുടെ പാപങ്ങൾ എരിഞ്ഞടങ്ങി ഇല്ലാതായിത്തീരുമ്പോൾ പരിശുദ്ധിയുടെ പരിമളം ഉയരുകയാണ്. ഈ പരിശുദ്ധിയുടെ പരിമളം നമ്മൾ അനുഭവിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ധൂപാർപ്പണം, അതും അനുരഞ്ജനത്തിൻ്റെ അടയാളമായ സമാധാനാശംസയോട് ബന്ധപ്പെട്ടുള്ള ഈ ധൂപാർപ്പണം ജനങ്ങളുടെ പാപമോചനത്തിൻ്റെ അടയാളവും കൂടിയാണ്. ധൂപാർപ്പണത്തിന് ശേഷം വരുന്ന ഭാഷണഗാനോന മുതലുള്ള ആ പ്രാർത്ഥന നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പഠിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.